പുനരുത്ഥാനവും ജീവനുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവും നിരത്തെ അറിയിക്കുന്നു. ഉയർത്തെഴുതലും ജീവനുമാകിയ കർത്തരാകിയ യേശുക്രിസ്തുവിൻ നാമത്തിലുള്ള അൻപിൻ വാഴ്ത്തുക്കളെ തെரியப்படுத்துகிறோம். ക്രിസ്തുവിലുള്ള പുതുക്കം പ്രാപിക്കുന്ന ജീവനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നു. கிறிஸ்துவுக்குள்ளான புதுமையான வாழ்க்கையை பெற்றுக்கொள்கிற ஒரு அனுபவத்தை குறித்து தான் கடந்த நாட்களில் நாம் பேசினோம். 1 കൊരിന്ത്യർ 15-ാം അധ്യായം 53-ാമത്തെ വാക്യത്തിനകത്ത് പൗലോസ് ഇങ്ങനെയാണ് പറയുന്നത്. 1 கொரிந்தர் 15வது அதிகாரம் அதனுடைய 53வது வசனத்தில் பவுல் விதமாக சொல்கிறார், ഈ ദ്രവത്വമുള്ളത് അദ്രവത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കണം. இந்த அழிவுக்கேதுவானது அழியாமையும் சாவுக்கேதுவானது சாவாமையும் தரித்துக் கொள்ள வேண்டும். 54-ാമത്തെ വാക്യത്തിനകത്ത് ഇങ്ങനെ പൗലോസ് പറയുന്നു. 54வது வசனத்தில் விதமாக பவுல் சொல்கிறது, ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു. இந்த அழிவுக்கேதுவானது அழியாமையும் சாவுக்கேதுவானது சாவாமையும் தரிக்கும் பொழுது மரணம் நீங்கிட்டு ஜெயம் வந்தது எனப்படும். നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം അത് ചിന്തിച്ചിരുന്നു. நாம் கடந்த நாட்களிலே எல்லாம் அதை சிந்தித்தோம். ക്രിസ്തുവിൽ അദ്രവത്വത്തെ നമ്മൾ ധരിച്ചപ്പോൾ கிறிஸ்துவுக்குள்ளாக அழியாமையை நாம் தரித்த போது നിത്യ മരണത്തിൽ നിന്ന് ഒരു ജയം നമ്മൾ പ്രാപിച്ചിരിക്കുക. நித்திய மரணத்தில் நின்று ஒரு ஜெயத்தை நாம் பெற்றிருக்கிறோம். ഇനി ഒരു മരണത്തിന്റെ ഭയവും നിങ്ങൾക്ക് ആവശ്യമില്ല. இனி ஒரு மரணத்தினுடைய பயமும் நமக்கு தேவையில்லை. ഞാൻ ക്രിസ്തുവിലായിരിക്കുന്നത് കൊണ്ട്, நான் கிறிஸ்துவில் இருப்பதினாலே ഒരു മരണത്തിനും ഇനി എന്റെ മേൽ അധികാരമില്ല. ஒரு மரணத்துக்கும் இனி என் மேல் அதிகாரம் இல்லை. എത്ര പേർക്ക് ധൈര്യത്തോടെ പറയാൻ സാധിക്കും? இனி எத்தனை பேருக்கு தைரியத்துடன் சொல்ல முடியும்? എത്ര പേർക്ക് ധൈര്യത്തോടെ ഇതിനെ ഒന്ന് ഡിക്ലെയർ ചെയ്യാൻ കഴിയും? எத்தனை பேருக்கு தைரியத்துடன் இதை டிக்ளேர் பண்ண முடியும்? കാരണം ഓൾറെഡി ഞാൻ ക്രിസ്തുവിനോട് കൂടെ മരിച്ച വ്യക്തിയാണ്. நான் ஏற்கனவே கிறிஸ்துவுடனே கூட மரித்த நபர். എത്ര പേർക്ക് പറയാൻ കഴിയും ഞാൻ ഒരു മരിച്ച വ്യക്തിയാണ്? எத்தனை பேருக்கு சொல்ல முடியும் நான் ஒரு மரித்த நபர்? ഞാൻ ക്രിസ്തുവിനോട് കൂടെ മരിക്കുക മാത്രമല്ല, ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തിരിക്കുന്നു. கிறிஸ்துவுடனே நான் மரிப்பது மட்டுமல்ல, கிறிஸ்துவுடனே நான் உயிரோடு எழுப்பப்பட்டு இருக்கிறேன். ഹല്ലേലൂയ. ஹல்லேலூயா. ഇനി ഒരു എറ്റേണൽ ഡെത്തിന് എന്റെ മേൽ അധികാരമില്ല എന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും? இனி ஒரு நித்தியமான மரணத்துக்கு என் மேல் அதிகாரம் இல்லை என்று எத்தனை பேருக்கு சொல்ல ഞാൻ முடியும்? ക്രിസ്തുവിനോട് കൂടെ നിത്യതയോളം വാസം ചെയ്യാൻ പോകുകയാണ്. நான் கிறிஸ்துவுடனே கூட நித்திய காலமாக வாசம் பண்ண போகிறேன். നിത്യതയോളം ക്രിസ്തുവിനെ ആസ്വദിച്ച് ക്രിസ്തുവിലുള്ള സന്തോഷത്തിൽ ക്രിസ്തുവിനോടുള്ള ആനന്ദത്തിൽ ഞാൻ ജീവിക്കാൻ പോകുകയാണ്. நித்திய காலமாக கிறிஸ்துவை நான் அனுபவித்து கிறிஸ்துவோடு கூட உள்ள அந்த வாழ்க்கையே நான் என்ஜாய் பண்ண போகிறேன். ഒരു മരണത്തിന്റെ ബന്ധനത്തിനോ മരണത്തിന്റെ ദുഃഖത്തിനോ എന്നെ ഇനി തളർത്തി കളയാൻ കഴിയത്തില്ല. இனி ஒரு மரண கட்டுக்கோ இனி ஒரு மரண துக்கத்துக்கோ என்னை சோர்வடைய பண்ண வைக்க முடிவதில்லை. ക്രിസ്തുവിന്റെ പുനരുത്ഥാന ജീവനാണ് എന്റെ കുടുംബത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. கிறிஸ்துவனுடைய உயிர்த்தெழுதலுடைய ஜீவன் தான் என்னுடைய குடும்பத்தில் நிரம்பி நிற்கிறது. എന്ത് തകർച്ചകൾ അവിടെ ഉണ്ടെങ്കിലും, என்ன தகர்ச்சிகள் என்னோட வாழ்க்கையில் இருந்தாலும் ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടായിരിക്കും. அங்கே ஒரு உயிர்த்தெழுதல் உண்டாகும். ഈ മരണത്തിലോ മരണത്തിന്റെ ബന്ധനത്തിലോ പരാജയത്തിലോ ജീവിക്കുന്നവരല്ല നിങ്ങൾ. இனி மரணத்திலேயோ மரணக்கட்டிலேயோ தோல்வியிலோ பிழைக்கிறவர்கள் அல்ல நீங்கள். ക്രിസ്തുവിന്റെ നിറവിൽ ജീവിക്കുന്നവരാ. கிறிஸ்துவனுடைய நிறைவில் வாழ்கிறவர்கள். ഹല്ലേലൂയ. ஹல்லேலூயா. ആമേൻ. ദ്രവത്വം അദ്രവത്വത്തെ ധരിക്കുമ്പോൾ, இந்த അഴിவுக்கு ஏதுவானது அழியாமையை தரிக்கும் பொழுது മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് വചനം പറയുന്നു. மரணம் நீங்க ஜெயம் வந்துட்டு என்று சொல்கிறது. ആമേൻ. 55-ാമത്തെ വാക്യത്തിനകത്ത് 55வது வசனத்திலே പൗലോസ് ചോദിക്കുക, ഹേ മരണമേ നിന്റെ ജയം എവിടെ? மரணமே உன் கூரெங்கே? ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ? பாதாளமே உன்னுடைய விஷமுள்ளு எங்கே? ഹല്ലേലൂയ. ஹல்லேலூயா. മരണത്തെ വെല്ലുവിളിക്കുക പൗലോസ് ഇവിടെ. இந்த இடத்திலே மரணத்தை பார்த்து சவால் விடுகிறது பவுல். കാരണം ഇനി മരണത്തിന് ഒരു അധികാരമില്ല എന്ന് പൗലോസിന് ഇവിടെ മനസ്സിലായി. இனி மரணத்துக்கு ஒரு அதிகாரமும் இல்லை என்று பவுல் இந்த இடத்துல புரிந்து கொள்கிறான். ഈ ലോകത്തിലുള്ള ഒരു ഡെത്തിനോ ഒരു തകർച്ചയ്ക്കോ ഇനി ഒരു ദൈവപുത്രനെ ഇൻഫ്ലുവൻസ് ചെയ്യുവാൻ സ്വാധീനിക്കുവാനായിട്ട് സാധിക്കത്തില്ല. இந்த உலகத்துக்குரியதான ஒரு மரணத்துக்கோ ஒரு சூழ்நிலைக்கோ ஒரு தேவ பிள்ளையே இனி சூழ்ந்து கொள்ள முடிவதில்லை. ആമേൻ. ദ്രവത്വമായത് അദ്രവത്തെ നമ്മൾ ക്രിസ്തുവിൽ ധരിച്ചു എന്ന് കണ്ടു. அழிவுக்கேதுவானது அழியாமையை கிறிஸ்துவுக்குள் தரித்திருக்கிறது என்று சொல்லி நாம் கண்டோம். എന്നാൽ പൗലോസ് അടുത്തത് പറയുന്നത്, ஆனால் பவுல் அடுத்ததாக சொல்வது 56-ാമത്തെ വാക്യത്തിനകത്ത് ഇങ്ങനെ പറയാ, 56வது வசனத்தில் விதமாக சொல்கிறது, മരണത്തിന്റെ വിഷമുള്ള പാപം, மரணத்தின் கூர்பாவம், പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. பாவத்தின் பலன் நியாய பிரமாணம். ഹല്ലേലൂയ. ஹல்லேலூயா. മരണത്തിന്റെ വിഷമുള്ള പാപമാ. மரணத்தினுடைய கூர் என்று சொல்வது பாவம். അപ്പോൾ മരണം ഒരാളെ കുത്തുന്ന
ആ വിഷമുള്ള എന്ന് പറയുന്നത് അത് പാപം കൊണ്ടാണ് കുത്തുന്നത്. அப்போ மரணம் ஒரு நபரை குத்துகிறதான அதனுடைய விஷமுள்ள கூர் என்று சொல்வது அது மெய்யாகவே பாவம். ഹല്ലേലൂയ. ஆமென். ആ വിഷമുൾ സ്റ്റിംഗ് എന്ന് പറയുന്നതിന്റെ ഗ്രീക്ക് പദം കെൻട്രോൺ എന്ന പദമാണ് കൊടുത്തിരിക്കുന്നത്. அந்த விஷமுள்ள என்பதற்கான கிரேக்கைய வார்த்தை கென்ட்ரான் എന്നതാണ് വാർത്തയെ சொல்லி இருக்கிறது. സ്കോർപ്പിയൻ, ലോക്കസ് എന്നുള്ള ജീവികളുടെയൊക്കെ വിഷമുള്ളിനെയാണ് കാണിക്കുന്നത്. அது தேள் അതുപോലെ വെട്ടുക്കിളി പോன்றവയിനുடைய വിഷമുള്ള് அதை காட்டுகிறது. ഈ വിഷമുള്ള നിമിത്തം ഒരാളെ കുത്തിയാൽ അദ്ദേഹം മരണത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ஆமென். இந்த கொம்புனால விஷமுள்ளினாலே ஒரு நபரை குத்தினால் அந்த நபர் மரணத்துக்கு போக வாய்ப்பு இருக்கிறது. അപ്പം മരണത്തിന്റെ വിഷമുള്ളെന്ന് പറയുന്നത് അത് പാപമാ. പാപം നിമിത്തമാണ് ഒരുവൻ മരണത്തിലേക്ക് പോകുന്നത്. அப்போ இந்த விஷமுள்ளு என்று சொல்வது பாவம். இந்த பாவம் மூலமாகத்தான் மரணம் ஒரு நபருக்குள்ளாக போகிறது. ഇവിടെ പൗലോസ് പറയാം മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തി ന്യായപ്രമാണം. இந்த இடத்தில் பவுல் சொல்கிறது மரணத்தினுடைய விஷமுள்ளு என்று சொல்வது பாவம், பாவத்தினுடைய வல்லமை விலங்கு என்று சொல்வது நியாயப்பிரமாணம். 57-ാമത്തെ വാക്യത്തിനകത്ത് പൗലോസ് വീണ്ടും പറയുന്നു, 57வது வசனத்தில் பவுல் மறுபடியும் சொல்கிறது, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. நம்முடைய கர்த்தராகிய இயேசு கிறிஸ்து முகாந்தரமாக நமக்கு ஜெயம் கொடுக்கும் தேவனுக்கு ஸ்தோத்திரம். അപ്പം മരണത്തിന്റെ വിഷമുള്ളായ പാപത്തിൽ നിന്നും പാപത്തിന്റെ ശക്തിയായ ന്യായപ്രമാണത്തിൽ നിന്നും നമുക്ക് ജയം നൽകുന്ന കർത്താവായ യേശുക്രിസ്തുവിന് സ്തോത്രം എന്ന് ഇവിടെ വചനം പറയുന്നു. அப்போ மரணத்தினுடைய விஷமுள்ளாகிய பாவத்தில் நின்றும் பாவத்தினுடைய பலனாயிருக்கிற நியாயப்பிரமாணத்தில் நின்றும் நமக்கு ஜெயம் கொடுக்கிற கர்த்தராகிய இயேசு கிறிஸ்துவுக்கு ஸ்தோத்திரம் என்றுதான் இந்த இடத்தில் சொல்கிறது. മരണത്തിന്റെ ആയുധമാണ് പാപം. ഈ മരണത്തിന്റെ ആയുധമായ പാപത്തിന്റെ ശക്തി, ഈ ശക്തിയാണ് ന്യായപ്രമാണം എന്ന് പറയുന്നത്. அப்போ மரணத்தினுடைய ஒரு ஆயுதம் தான் பாவம். இந்த ஆயுதத்தினுடைய வல்லமை என்று சொல்வது தான் நியாயப்பிரமாணம் என்று சொல்வது. വിഷമുള്ളിന്റെ ശക്തിയും വിഷവും അത് പ്രമാണമാണെന്ന് പറയുന്നു. அப்போ இந்த விஷமுள்ளினுடைய அந்த வல்லமையும் விஷமுள்ளும் அது நியாயப்பிரமாணம் என்று சொல்கிறது. ആമേൻ. ഇവിടെ ദ്രവത്വത്തിൽ നിന്ന് അദ്രവത്വം പ്രാപിച്ച് നമുക്ക് മരണം മാറി ജയം വന്നിരിക്കുന്നു എന്ന് വചനം പറയുന്നു. இந்த இடத்தில் அழிவானது நீங்கி அழியாமையே நம்ம தரித்து இந்த இடத்தில் ஜெயம் வந்திருக்கிறது என்று சொல்லி வசனம் சொல்கிறது. അടുത്തത് എന്നാൽ പൗലോസ് പറയാ പിന്നെ ഒരു പാപവും വിഷമുള്ളായ പാപവും ആ പാപത്തിന്റെ ശക്തിയായ ന്യായ പ്രമാണവും ഉണ്ട്. ഇനി അടുത്തதாக പൗൽ என்ன சொல்கிறது, ஆமென், ஒரு பாவமும் பாவத்தினுடைய பலனாகிய ஒரு ന്യായ പ്രമാണവും இருக்கிறது. ആമേൻ. എന്നാൽ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ജയം നൽകുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് കർത്താവായ യേശുക്രിസ്തു മൂലം പാപത്തിൽ നിന്നും ന്യായപ്രമാണത്തിൽ നിന്നും നമുക്കൊരു ജയം ലഭിച്ചിരിക്കുന്നത്? அப்போ கர்த்தராகிய இயேசு கிறிஸ்து நமக்கு ஜெயத்தை தருகிறார் என்று சொல்லும் பொழுது எவ்விதமாக பாவத்தில் நின்றும் பாவத்தினுடைய பலனாகிய நியாயப்பிரமாணத்தில் நின்றும் நமக்கு ஒரு ஜெயம் வந்தது. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വചന പഠനത്തിനകത്ത് ഇത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു തന്നിരുന്നു. கடந்த நாட்களிலே எல்லாம் வார்த்தை நம்ம படிக்கும் போது இதெல்லாம் உங்களுக்கு விளக்கம் பண்ணி சொல்லணும். എല്ലാരും ഒന്ന് ഡിക്ലെയർ ചെയ്ത് പറഞ്ഞ ഏത് അവസ്ഥയാണേലും കർത്താവായ യേശുക്രിസ്തു മൂലം പിതാവ് എനിക്ക് ജയം നൽകിയിരിക്കുക. எல்லாரும் வாய்களை திறந்து அறிக்கை பண்ணுங்க, என்னோட வாழ்க்கையினுடைய எந்த சூழ்நிலையானாலும் ஆமென், பிதாவானவர் கர்த்தராகிய இயேசு கிறிஸ்து முகாந்தரமாக எனக்கு ஜெயத்தை தந்திருக்கிறார். എല്ലാരും വാ തുറന്ന് പറഞ്ഞാട്ടെ, കർത്താവായ യേശുക്രിസ്തു മൂലം എനിക്ക് ജയം ലഭിച്ചിരിക്കുന്നു. ஆமென். எல்லாரும் வாய்களை திறந்து சொல்லுங்க, கர்த்தராகிய இயேசு கிறிஸ்து முகாந்தரமாக எனக்கு ஜெயம் வந்திருக்கிறது. എത്ര വലിയ പാപത്തിന്റെ ബന്ധനമാണെങ്കിലും യേശുക്രിസ്തു മൂലം എനിക്ക് അതിനകത്തുനിന്ന് ഒരു ജയം ലഭിച്ചിട്ടുണ്ട്. எவ்வளவு பெரிதான பாவத்தினுடைய கட்டாக இருந்தாலும் கர்த்தராகிய இயேசு கிறிஸ்து முகாந்தரமாக எனக்கு ஒரு ஜெயம் வந்திருக்கிறது. എത്ര വർഷങ്ങൾ പഴക്കമുള്ള പാപമാണെങ്കിലും, എത്ര കാഠിന്യമേറിയ പാപമാണെങ്കിലും, എത്ര വലിയ പാപമാണെങ്കിലും യേശുക്രിസ്തു മുഖാന്തരം എനിക്ക് അതിനകത്ത് ഒരു ജയം ലഭിച്ചിട്ടുണ്ട്. எவ்வளவு வருஷங்கள் பழக்கமான ஒரு பாவமாக இருந்தாலும், அது மட்டுமல்ல எவ்வளவு கடினமான ஒரு பாவமானாலும் எனக்கு அந்த பாவத்தில் நின்று முற்றிலும் விடுதலை உண்டாயிற்று. ഹല്ലേലൂയ. എങ്ങനെയാ പാപത്തിൽ നിന്ന് നമുക്ക് ജയം ലഭിച്ചിരിക്കുന്നത്? எவ்விதமாக பாவத்தில் நின்று நமக்கு ஒரு ஜெயம் வந்திருக்கிறது? ഒന്ന് കർത്താവ് യേശുക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കാൽവരി ക്രൂശിൽ യാഗമായി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റത്. ஒன்று, நம்முடைய பாவங்களுக்காகவே கர்த்தராகிய இயேசுவானவர் கல்வாரி சிலுவையில் நமக்காக அடிக்க
അടിക്കപ്പെട്ട് അടക്കപ്പെട്ട് ഉയരോടെ എഴുമ്പിനത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാരും വാ തുറന്നൊന്ന് പറഞ്ഞിട്ട്, എനിക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ കർത്താവായ യേശു ക്രിസ്തു എൻ്റെ പാപത്തിന് വേണ്ടിയിട്ടാണ് കാൽവരി ക്രൂശിൽ യാഗമായത്, മരിച്ചത്, അടക്കപ്പെട്ടത്, ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നത്. ஆமென். எத்தனை பேருக்கு இந்த நேரத்தில் அறிக்கை பண்ண முடியும்? என்னுடைய பாவங்களுக்காகவே கர்த்தராகிய இயேசுவானவர் கல்வாரி சிலுவையில் எனக்காக அடிக்கப்பட்டு மரித்து அடக்கப்பட்ட உயிரோடு எழும்பினார். ഹല്ലേലൂയ. ഹല്ലേലൂയ. എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മാത്രം യേശു മരിക്കുകയല്ല, என்னுடைய பாவங்களுக்காக மட்டும் இயேசு மரிக்கவில்லை. ആമേൻ. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ ചിന്തിച്ച വചനത്തിലേക്ക് ഒന്നും കൂടെ നമ്മൾ പോകുക. கடந்த நாட்களில் நாம் சிந்தித்த வார்த்தைக்கு நேராக ஒரு விசை கூட நாம் வருகிறோம். ഹല്ലേലൂയ. ഹല്ലേലൂയ. റോമാലേഖനം 6-11 വാക്യം പറയും, അവണ്ണം നിങ്ങളും പാപ സംബന്ധമായി മരിച്ചിരിക്കുന്നു. ரோமர் எழுதிய நிருபம் 6வது அதிகாரம் 11வது வசனம் சொல்கிறது, அவ்விதமே நீங்களும் பாவ சம்பந்தமாக மரித்திருக்கிறீர்கள். യേശു ക്രിസ്തുവിനോട് കൂടെ മരിച്ച നിങ്ങൾ, വചനം പറയുന്നു, നിങ്ങൾ പാപ സംബന്ധമായി മരിച്ചിരിക്കുക. இயேசு கிறிஸ்துவுடனே மரித்தவர்களாகிய நீங்கள் பாவ சம்பந்தமாக மரித்திருக்கிறீர்கள் என்று சொல்லி வசனம் சொல்கிறது. അപ്പൊ മരണത്തിന്റെ വിഷമുള്ള എന്താ? அப்போ மரணத்தினுடைய விஷமுள்ள என்னது? പാപം. பாவம். അപ്പൊ പാപ സംബന്ധമായി മരിക്കുക എന്ന് പറഞ്ഞാൽ, அப்ப பாவ சம்பந்தமாக மரிப்பது என்று சொன்னால் നിങ്ങൾ മരണത്തിന്റെ വിഷമുള്ള സംബന്ധമായി മരിച്ചിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. நீங்கள் மரணத்தினுடைய விஷமுள்ள சம்பந்தமாக மறுத்திருக்கிறீர்கள் என்று சொல்லி அர்த்தம். എത്ര പേർക്ക് പറയാൻ കഴിയും, എന്നെ കുത്തി മുറിവേൽപ്പിക്കുന്ന, മരണത്തിലേക്ക് നയിക്കുന്ന വിഷമുള്ള സംബന്ധമായി ഞാൻ യേശു ക്രിസ്തുവിൽ മരിച്ചിരിക്കുന്നുവെന്ന്? எத்தனை பேருக்கு இன்னைக்கு சொல்ல முடியும், என்னை குத்தி காயப்படுத்துகிற விஷத்தை ஊற்றி வைக்கிற அம்மேன் அந்த பாவம் என்னதான விஷயமுள்ள சம்பந்தமாக நான் மறுத்திருக்கிறேன். ധൈര്യത്തോടെ ഒന്ന് പറഞ്ഞാട്ടെ, ഞാൻ വിഷമുള്ള സംബന്ധമായി മരിച്ച വ്യക്തിയാ. இன்னைக்கு தைரியத்துடன் சொல்லுங்க, விஷமுள்ள சம்பந்தமாக நான் மரித்ததான ஒரு நபர். യേശു ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനപ്പെട്ട നിങ്ങൾ എല്ലാവരും വിഷമുള്ള സംബന്ധമായി മരിച്ചവരാ. இயேசு கிறிஸ்துவோடு இசைக்கும்படியாக ஞானஸ்நானம் ஏற்று கர்த்தராகிய இயேசு கிறிஸ்துவை ஏற்றுக்கொண்ட நாம் அனைவரும் இந்த விஷமுள்ள சம்பந்தமாக மரித்தோர்களாய் இருக்கிறோம். ഇതുവരെ യേശു ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കാത്തവർ ഉണ്ടെങ്കിൽ, இதுவரைக்கும் கர்த்தராகிய இயேசு கிறிஸ்துவை உங்களுடைய രക്ഷകராக கர்த்தராக ஏற்றுக்கொள்ளாதவர்கள் இருந்தீர்களானால், ഇപ്പോഴും നിങ്ങളുടെ മേൽ ആ വിഷമുള്ളിന്റെ സ്വാധീനം വരുന്നുണ്ടെങ്കിൽ, இப்பொழுதும் அந்த விஷமுள்ள சம்பந்தமான ஒரு தாக்குதல் உங்களுடைய வாழ்க்கையில் வருகிறது என்று சொன்னால், ഇപ്പോൾ തന്നെ നിങ്ങൾ വാ തുറന്ന് പറഞ്ഞാട്ടെ, കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങൾ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചു തുടങ്ങിയാട്ടെ. இப்பொழுதே நீங்கள் வாய்களை திறந்து அறிக்கை பண்ணுங்க, உங்களுடைய கர்த்தராகிய இயேசு கிறிஸ்துவை உங்களுடைய രക്ഷകராக നാഥராக ஏற்றுக்கொள்ளுங்க. യേശുവിന്റെ കർത്താവും രക്ഷകനും നാഥനുമാണെന്ന് നിങ്ങൾ വാ തുറന്ന് ഡിക്ലെയർ ചെയ്താട്ടെ. இயேசு என்னுடைய கர்த்தர், என்னுடைய நாதர் என்று உங்களுடைய வாய்களை திறந்து அறிக்கை பண்ண ஆரம்பிங்க. ആ മരണം അടക്ക പുനരുത്ഥാനത്തിനോട് സാദൃശ്യമായ സ്നാനത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചാട്ടെ. அந்த மரணம் அடக்கம் உயிர்த்தெழுதல் இதனுடைய சாயலான ஞானஸ்நானத்தை ஏற்றுக்கொள்ளுங்க. ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെയുള്ളവരെ കുറിച്ച് ഞങ്ങൾ പറയുന്നത്, നിങ്ങൾ മരണത്തിന്റെ വിഷമുള്ളായ പാപ സംബന്ധമായി, വിഷമുള്ള സംബന്ധമായി മരിച്ച വ്യക്തികളാണ് നിങ്ങൾ. அப்படிப்பட்ட நபர்களை பார்த்துதான் நாங்க சொல்கிறோம், நீங்கள் மரணத்தினுடைய விஷமுள்ளான பாவ சம்பந்தமாக நீங்கள் மரித்தவர்களாய் இருக்கிறீர்கள். ഹല്ലേലൂയ. ഹല്ലേലൂയ. ആരൊക്കെ യേശു ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുന്നുണ്ടോ, யாரெல்லாம் இந்த கர்த்தராகிய இயேசு கிறிஸ்துவை உங்களை രക്ഷകராக நாதராக ஏற்றுக்கொள்கிறீர்களோ, യേശു ക്രിസ്തുവിനോട് ചേർന്ന് വസിക്കുന്നുണ്ടോ, இயேசு கிறிஸ்துவோடு இசைந்து வசிக்கிறீர்களோ, അവരുടെ മേൽ ഇനി വിഷമുള്ളിന് ഒരു അധികാരവുമില്ല. அவர்களுக்கு இனி விஷமுள்ளோடு எந்த அதிகாரமும் இல்லை. മരണത്തിന്റെ വിഷമുള്ളിന് ഇനി നിങ്ങളെ കുത്തുവാൻ കഴിയത്തില്ലെന്ന്. இனி மரணத்தினுடைய விஷமுள்ளுக்கு உங்களை குத்த முடிவதில்லை. ആ വിഷമുള്ളിന്റെ ശക്തി എന്ന് പറയുന്നത് എന്താന്ന് നമ്മൾ കണ്ടു, ന്യായപ്രമാണം. அந்த விஷமுள்ளினுடைய வல்லமை பலன் எதுவென்று சொல்லி நம்ம பார்த்தோம், நியாயப்பிரமாணம். റോമാലേഖനം 7-ാം നമ്മൾ കണ്ടു, നിങ്ങൾ ന്യായപ്രമാണ സംബന്ധമായി മരിച്ചവരത്രേ. ரோமருக்கு எழுதிய நிருபம் 7வது அதிகாரத்திலே நம்ம கண்டோம், நாம் நியாயப்பிரமாண சம்பந்தமாக மரித்தோர்களாய் இருக்கிறோம். അപ്പൊ പാപ സംബന്ധമായി മരിച്ചു, ന്യായപ്രമാണ സംബന്ധമായി നിങ്ങൾ ക്രിസ്തുവിൽ മരിച്ചവരാ. அப்போ பாவ சம்பந்தமாக நாம் மரித்தோம், நியாயப்பிரமாண சம்பந்தமாகவும் நாம் கிறிஸ்துவுக்குள் மரித்தோம். വിഷമുള്ള സംബന്ധമായും വിഷമുള്ളിന്റെ ശക്തി സംബന്ധമായും മരിച്ചവരാ. அப்போ விஷமுள்ள சம்பந்தமாகவும் விஷமுள்ளினுடைய வல்லமை சம்பந்தமாகவும் நாம் மரித்தவர்களாய் இருக்கிறோம். അങ്ങനെയാണെങ്കിൽ ഇനി ഒരു വിഷമുള്ളിനോ അതിന്റെ ശക്തിക്കോ നിങ്ങളെ കുത്തി മരണത്തിലേക്ക് നയിക്കുവാനായിട്ട് സാധിക്കത്തില്ലെന്ന്. அப்படி என்று சொன்னால் இனி ஒரு விஷமுள்ளுக்கோ விஷமுள்ளினுடைய வல்லமையாகிய நியாயப்பிரமாணத்துக்கோ இனி உங்களை குத்தி
ശക്തി അമേൻ ഉങ്ങളെ സാഗടിക്ക മുടിവതില്ലേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇത് കണ്ടിട്ട് പൗലോസ് പറഞ്ഞു, യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങൾക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രമെന്ന്. ஆதலால்தான் இதை கண்டும் பவுல் விதமாக சொல்கிறது, நம்முடைய கர்த்தராகிய இயேசு கிறிஸ்து முகாந்தரமாக நமக்கு ஜெயம் கொடுக்கும் தேவனுக்கு ஸ்தோத்திரம். മരണത്തിന് നമ്മളെ കൊല്ലുവാനുള്ള വിഷമുള്ളുണ്ട്, അതിനൊരു ശക്തിയുമുണ്ട്. പക്ഷേ ആമേൻ, യേശു ക്രിസ്തു മുഖാന്തരം ഈ വിഷമുള്ളും ശക്തിയും സംബന്ധമായി നമ്മൾ മരിച്ചിരിക്കുന്നത് കൊണ്ട് ഇനി ഈ വിഷമുള്ളിനോ ശക്തിക്കോ നമ്മളെ സ്വാധീനിക്കുവാൻ സാധിക്കത്തില്ല, കുത്തി മുറിവേൽപ്പിക്കുവാൻ കഴിയത്തില്ല, മരണത്തിലേക്ക് നമ്മളെ നയിക്കുവാൻ ഇതിനെ കൊണ്ട് സാധിക്കത്തില്ല. மரணத்திற்கு மெய்யாகவே விஷமுள்ளு என்றதான அமேன் ஒரு பாவமும் உண்டு, அந்த பாவத்தினுடைய பெலனான நியாயப்பிரமாணம் உண்டு. ஆனால் இனி ஒருபோதும் இந்த விஷமுள்ளுக்கோ நியாயப்பிரமாணத்துக்கோ நம்மை தாக்கி மரணத்துக்குள்ளாக கொண்டு போக முடிவதில்லை. ஏனென்றால் இந்த பாவ சம்பந்தமாக நியாயப்பிரமாண சம்பந்தமாக நாம் கிறிஸ்துவுக்குள் மரித்தோர்களாக இருக்கிறோம். ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും ഞാൻ ക്രിസ്തുവിൽ ഒരു വ്യത്യസ്തനായ വ്യക്തിയാണെന്ന്? இன்னைக்கு எத்தனை பேருக்கு விதமாக சொல்ல முடியும், நான் கிறிஸ்துவுக்குள் வித்தியாசமான ஒரு நபர், I am a special person in Christ. நான் கிறிஸ்துவுக்குள் விசேஷமான ஒரு நபர். മറ്റുള്ളവർക്കുള്ളതുപോലെ മരണബന്ധനം എന്റെ ജീവിതത്തിൽ കടന്നു വരത്തില്ല. അമേൻ. മറ്റവർക്കുള്ളത് പോലെ മരണക്കട്ടുകൾ என்னுடைய வாழ்க்கையில் வருவதில்லை. ഞാൻ വിഷമുള്ളിൽ നിന്നും വിഷമുള്ളിന്റെ ശക്തിയിൽ നിന്നും എന്നേക്കുമായി ക്രിസ്തുവിൽ സ്വാതന്ത്ര്യം പ്രാപിച്ച വ്യക്തിയാണ്. நான் விஷமுள்ளில் நின்றும் விஷமுள்ளினுடைய பலனாகிய அமேன் அந்த நியாயப்பிரமாணத்தில் நின்றும் என்றென்றைக்குமாக விடுதலை பெற்ற நபர். എന്റെ എല്ലാ സാഹചര്യത്തിലും എല്ലാ പ്രതിസന്ധികളും എല്ലാ പ്രശ്നങ്ങളുടെ മധ്യത്തിലും ക്രിസ്തുവേശു മുഖാന്തരം എനിക്ക് ജയം നൽകുന്നതിനായി വാ തുറന്നൊന്ന് സ്തോത്രം ചെയ്താട്ടെ. அமேன். நம்முடைய எல்லா சூழ்நிலைகளிலும் அமேன் நமக்கு ஜெயம் கொடுக்கிற கர்த்தருக்கு நாம் ஸ்தோத்திரங்களை அமேன் செலுத்துவோம். அன்பானவர்களே, நீங்க எவ்வளவுதான் பாவத்தில் நின்று விடுதலையாக வேண்டும் என்று சுயமாக வாஞ்சித்தாலும் உங்களுக்கு அதில் நின்று அமேன் வெளியே வர முடிவதில்லை. സ്നേഹമുള്ളവരെ, നിങ്ങൾ എത്രത്തോളം സ്വയമായി പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കണമെന്ന് ആഗ്രഹിച്ചാലും നിങ്ങളെ കൊണ്ട് അത് സാധിക്കത്തില്ല. ஏனென்றால் அமேன் இந்த மரணமானது எப்பொழுதும் பாவம் வழியாகத்தான் உங்களை குத்த முயற்சிக்கும். കാരണം മരണം എപ്പോഴും പാപത്തിലൂടെ നിങ്ങളെ കുത്തുവാൻ ശ്രമിക്കുന്നത്. ஆதலால் இந்த நாளில் இந்த சத்தியத்தை நீங்க புரிந்து கொள்ளுங்க. பவுல் இந்த இடத்தில் சொல்கிறது, கர்த்தராகிய இயேசு கிறிஸ்து முகாந்தரமாக எங்களுக்கு ஜெயம் கொடுக்கும் கர்த்தருக்கு ஸ்தோத்திரம் என்று ഈ சொல்லி വചനത്തെ നിങ്ങൾ തിരിച്ചറിഞ്ഞ പൗലോസൂടെ പറയുക, കർത്താവ് യേശു ക്രിസ്തു മൂലമാണ് നമുക്ക് ജയം ലഭിച്ചിരിക്കുന്നത്. அமேன். கர்த்தராகிய இயேசு ஒருவரே நம்முடைய பாவங்களுக்காக அமேன் மரித்தவர். കർത്താവ് യേശു ക്രിസ്തു മാത്രമാണ് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചത്. எபிரேய நிருபம் வழியாக வார்த்தை சொல்கிறது, மரண அதிகாரியான பிசாசை சொந்த மரணத்தால் அவர் ஜெயித்தார் என்று சொல்லி. എബ്രായ ലേഖനത്തിനകത്ത് പറഞ്ഞു, മരണത്തിന്റെ അധികാരിയായ പിശാചിനെ സ്വന്തം മരണത്താൽ നീക്കിയെന്ന്. அது ஏன் என்று கேட்டால் அமேன் ஜீவகாலம் எல்லாம் மரண பயத்தோடு இருந்த நம்மை முற்றிலும் மரண பயத்தில் நின்று விடுவிக்கும்படியாக என்று. അത് എന്തിനാ കർത്താവ് അങ്ങനെ ആ പിശാചിനെ നീക്കിയത്, തന്റെ മരണത്തിലൂടെ നീക്കിയത്? ജീവകാലത്തിലെല്ലാം മരണഭയത്തിലായിരുന്ന നമ്മളെ ആ മരണഭയത്തിൽ നിന്ന് വിടുതലാക്കുവാൻ. ஆமென். இன்னைக்கு கர்த்தராகிய இயேசு கிறிஸ்து முகாந்தரமாக பாவத்தில் நின்று நமக்கு ஜெயம் உண்டு, நமக்கு மரணத்தில் நின்றும் ஜெயம் உண்டு. ഇപ്പോൾ കർത്താവ് യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും ജയമുണ്ട്. ஆதலால் அன்பானவர்களே, நீங்கள் கர்த்தராகிய இயேசு கிறிஸ்துவை உற்று பார்த்தால், அவரோடு இசைந்தால் ஒழிக ஒருபோதும் பாவத்தில் நின்றும் மரணத்தில் நின்றும் நமக்கு ஜெயம் வருவதில்லை. അതുകൊണ്ട് കർത്താവ് യേശു ക്രിസ്തുവിലേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ. കർത്താവ് യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ നമുക്ക് പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും ഒരിക്കലും ജയം ഉണ്ടാകത്തില്ല. எங்களை கேட்கிற நீங்கள் ஒருவேளை கடமைக்காக ஜெபிக்கிற நபரோ, கடமைக்காக அமேன் ஒரு கோவிலுக்கு போகிற நபரோ, கடமைக்காக ஏதாவது ஆவிக்குரிய காரியங்கள் செய்கிற ஒரு நபராகவோ இருக்கலாம். ഞങ്ങളെ കേൾക്കുന്ന നിങ്ങളൊരു കടമയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നവരോ ചർച്ചിൽ പോകുന്നവരോ ആത്മീക കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കാം. ஆனால் ஒருபோதும் அமேன் மரண பயத்தில் நின்றோ பாவத்தில் நின்றோ தப்புவிக்கப்பட முடியாத சூழ்நிலையில் இருக்கிற நபராகவும் இருக்கலாம். അങ്ങനെ ചെയ്താലും നിങ്ങൾ ഒരുപക്ഷെ പാപത്തിൽ നിന്നോ അടിമത്തത്തിൽ നിന്നോ രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായിരിക്കാം. ஆனால் கர்த்தராகிய இயேசு கிறிஸ்து நமக்கு முற்றிலும் ஜெயம் கொடுக்கிறவராய் இருக்கிறார். എന്നാൽ കർത്താവ് യേശു ക്രിസ്തു നമുക്ക് പരിപൂർണമായി ജയം നൽകുന്ന ദൈവമത്രേ. அன்பானவர்களே, கர்த்தராகிய இயேசு கிறிஸ்துவில் தான் இந்த ஜெயத்தை பிதாவானவர் வைத்திருக்கிறார். കർത്താവ് യേശു ക്രിസ്തുവിലാണ് ഈ ജയത്തെ പിതാവ് വെച്ചിരിക്കുന്നത്. எவ்வளவுக்கு அதிகமாக நீங்க இயேசு கிறிஸ்துவை உற்று பார்க்கிறீர்களோ, എത്രത്തോളം നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ ശ്രദ്ധിച്ചു നോക്കുന്നു, எவ்வளவுக்கு அதிகமாக கிறிஸ்துவுக்குள் இருக்கிறீர்களோ,
എത്രത്തോളം അധികമായി ക്രിസ്തുവിലായിരിക്കുന്നുവോ, எவ்வளவுக்கு அதிகமாக கிறிஸ்துவோடு இசைக்கப்படுகிறீர்களோ, എത്രത്തോളം അധികമായി ക്രിസ്തുവിനോട് ചേർന്നിരിക്കുന്നുവോ, அப்பொழுது உங்களுடைய வாழ்க்கையில் நின்று பாவம் நீங்கி நீங்கள் பரிசுத்தமாக்கப்படுகிற அனுபவத்துக்குள் வரலீங்க. എത്രത്തോളം നിങ്ങൾ പാപത്തിൽ നിന്ന് നീങ്ങിയ പരിശുദ്ധമായ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ നിങ്ങൾ அவ்வளவுக்கு அதிகமாக மரணம் விட்டு ஜீவனில் ஆளுகிறவர்களாக மாறுவீர்கள். അത്രത്തോളം മരണം നീങ്ങി ജീവനിൽ നിങ്ങൾക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കും. ஏனென்றால் ரோமர் கைதின் நிருபம் 5வது அதிகாரம் நம்மை பார்த்து சொல்கிறது, கிருபையும் நீதியினுடைய ஈவையும் அதிகமாக பெற்றுக்கொள்கிறவர்கள் இயேசு கிறிஸ்து என்ற ஒருவனாலே ஜீவனில் ஆளுகை செய்வது அதிக நிச்சயமாமே என்று சொல்லி. റോമാലേഖനം 5-ാമത്തെ 17-ാമത്തെ വാക്യം പറയുന്നത്, കൃപയുടെയും നീതിദാനത്തിന്റെ സമൃദ്ധി ലഭിച്ച് നമ്മൾ യേശു ക്രിസ്തു എന്ന ഏക നിമിത്തം എത്രയധികമായി ജീവനിൽ വാഴും. மாணவர்களே, மரணத்தை மேற்கொள்வது மட்டுமல்ல, ஆமென், உங்களை குறித்ததான தெய்வீக திட்டம், മരണത്തെ ജയിക്കുന്നത് മാത്രമല്ല നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി, நீங்கள் ஜீவனில் ஆளுகை செய்கிறவர்களாக மாற வேண்டும் என்பதே பரலோக திட்டம். നിങ്ങൾ ജീവനിൽ വാഴണം എന്നുള്ളതും കൂടെ സ്വർഗത്തിന്റെ ആഗ്രഹം അത്രേ. இன்றைக்கு இந்த வார்த்தையை கேட்கும் போது நீங்கள் ஜீவனாகிய கிறிஸ்துவோடு எவ்வளவுக்கு அதிகமாக இசைக்கப்படுகிறீர்களோ, ഈ വചനം കേൾക്കുമ്പോൾ ജീവനായ ക്രിസ്തുവിനോട് എത്ര അധികമായി നിങ്ങൾ ചേർന്ന് നിൽക്കുന്നു, அந்த தெய்வீக ஜீவனானது உங்கள் மேல் அதிகமாக பகிரப்படும். ആ ദൈവിക ജീവൻ നിങ്ങളുടെ മേൽ അധികമായി പകരുവാൻ തുടങ്ങും. நீங்கள் ஜீவனில் ஆளுகை செய்கிறவர்களாக மாறுவீர்கள். നിങ്ങൾ ദൈവിക ജീവനിൽ വാഴുന്നവരായി മാറുവാൻ തുടങ്ങും. ஏனென்றால் யோவான் 10:10 இவ்விதமாக சொல்கிறது, കാരണം യോഹന്നാൻ 10-ാം അധ്യായം 10-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നു, நான் வந்திருப்பது உங்களுக்கு ஜீவன் கொடுக்கவும் அது பரிபூர்ணப்படவுமே என்று சொல்லி. യേശു പറഞ്ഞത്, യേശു വന്നത് ജീവൻ നൽകുവാനും അത് സമൃദ്ധിയായി ഉണ്ടാകുവാനും അത്രേ. ஆமென். அன்பானவர்களே, பாவத்தினுடைய கட்டில் விட்டு விலகின நீங்கள், மரணத்தினுடைய கட்டை விட்டு விலகின நீங்கள் ஜீவனில் ஆள கடவீர்கள். പാപത്തിന്റെ ബന്ധനത്തിൽ നിന്ന്, മരണത്തിന്റെ ബന്ധനത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച നിങ്ങൾ ജീവനിൽ വാഴണം. ஆமென். அன்பானவர்களே, நீங்கள் ஜீவனை பெற்றுக்கொள்வது மட்டுமல்ல, அந்த ஜீவனுடைய பரிபூர்ணத்தில் ஆள வேண்டும் என்று சொல்லி பிதா வாஞ்சிக்கிறார். ജീവനെ പ്രാപിക്കുക മാത്രമല്ല, ജീവന്റെ സമൃദ്ധി, ജീവന്റെ പരിപൂർണതയിൽ നിറയണമെന്നാണ് പിതാവ് ആഗ്രഹിക്കുന്നത്. இன்றைக்கு இந்த வார்த்தையை கேட்கும் போது எத்தனை பேர் வாஞ்சிக்கிறீங்க, இயேசுவே உம்மோடு அதிகமாக இசைக்கப்படுகிற அனுபவம் எங்களுடைய வாழ்க்கையில் வேண்டுமே என்று சொல்லி. കേൾക്കുമ്പോൾ എത്ര പേർ ആഗ്രഹിക്കുന്നു, അങ്ങയോട് ചേർന്ന് അങ്ങിൽ നിറഞ്ഞു നിൽക്കുന്ന ആ ജീവനിൽ നിറയുന്ന ഒരു ജീവിതം എനിക്ക് വേണമെന്ന്. യേശു சொல்கிறார், நானே வழியும் சத்தியமும் ஜீவனுமாய் இருக்கிறேன். യേശു പറഞ്ഞു, യേശുവാകുന്നു വഴിയും സത്യവും ജീവനുമെന്ന്. வார்த்தை வழியாக நம்ம கேட்டோம், அவரே உயிர்த்தெழுதலும் ஜீவனுமாய் இருக்கிறார். വചനത്തിലൂടെ നമ്മൾ കണ്ടു, യേശു ഉയർത്തെഴുന്നേൽപ്പും ജീവനുമാകുന്നു. அப்படி என்று சொன்னால் இந்த நாளில் ஜீவனாகிய இயேசுவை நீங்கள் அதிகமாக உங்களுடைய வாழ்க்கையில ஏற்றுக்கொள்ளும் போது மெய்யாகவே மரணத்தில் நின்றும் பாவத்தில் நின்றும் ஜெயம் பெற்றவர்களாக நீங்க மாறுகிறீர்கள். യഥാർത്ഥമായി ആ സത്യമായ ജീവനായ യേശു ക്രിസ്തുവിനെ നിങ്ങൾ സ്വീകരിക്കുമ്പോൾ മരണത്തിൽ നിന്നും പാപത്തിൽ നിന്നും പരിപൂർണമായി നിങ്ങൾക്ക് സ്വാതന്ത്ര്യം പ്രാപിക്കാൻ കഴിയും. இன்னைக்கு என்னெல்லாம் ஆமென் அஸ்தேனியா பலவீனங்கள் உங்களுடைய வாழ்க்கையில் இருக்கிறதோ, மரண சூழ்நிலையில் மரண கட்டுகளுக்குள்ளாக இருக்கிறீர்களோ, அதற்கெல்லாம் ஜெயம் தருகிறவராகிய இயேசுவோடு ஒரு உறவுண்டானால் நீங்கள் நிச்சயமாகவே ബലത്തോട് കൂടെ മേൽക്കൊള്ളുവീர்கள். ഇന്ന് എത്രത്തോളം അസ്തേനിയ ബലഹീനത നിങ്ങളുടെ ജീവിതത്തിനകത്തുണ്ടോ, നിങ്ങൾ ക്രിസ്തുവിനോട് ചേർന്നിരുന്നാൽ, ക്രിസ്തുവിലായി തീർന്നാൽ അത്രത്തോളം ഒരു ഡുനാമിസ് പവർ ആ ദൈവശക്തിയിൽ നിങ്ങൾക്ക് ജീവിക്കാനായിട്ട് സാധിക്കും. ஆமென். இன்றைக்கு எத்தனை பேர் சொல்றீங்க, இயேசுவே என்னுடைய வாழ்க்கையை பரிபூர்ணமாக உம்முடைய கருத்தில் ஒப்பு கொடுக்கிறேன் என்று சொல்லி. കർത്താവേ, എന്റെ ജീവിതത്തെ പരിപൂർണമായി ക്രിസ്തുവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. எத்தனை பேர் சொல்றீங்க, பாவத்தில் நின்று மரணத்தில் நின்று ஆமென் எனக்கு முற்றிலும் ஜெயம் தந்த கர்த்தருக்கு ஸ்தோத்திரம் என்று சொல்லி. പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും നമുക്ക് ജയം നൽകിയ പിതാവിനെ എത്ര പേർ സ്തോത്രം ചെയ്യും? அன்பானவர்களே, இந்த இயேசு கிறிஸ்துவை இன்னும் உங்களுடைய வாழ்க்கையில் அதிகமாக நீங்க ருசி பார்க்க வாஞ்சித்தால் இந்த நேரத்தில் நாங்கள் உங்களுக்காக ஜெபிக்க வாஞ்சிக்கிறோம். ഇനിയും ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ അധികമായി നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കണമെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. அவரே உங்களுடைய ஜீவனாய் இருக்கிறார். ആ ക്രിസ്തു നിങ്ങളുടെ ജീവനായിരിക്കും. அவரே பாவத்தில் நின்றும் உங்களை முற்றிலும் விடுதலையாக்குறவராய் இருக்கிறார். ആ ക്രിസ്തു നിങ്ങളെ സകല പാപത്തിൽ നിന്ന് പരിപൂർണമായി വിടുതലാക്കുന്നു. அவரே மரணத்தை நீக்கி ஜீவனை தருகிறவராய் இருக்கிறார். ക്രിസ്തു നിങ്ങളുടെ മരണത്തെ നീക്കി നിങ്ങൾക്ക് ജീവൻ നൽകുന്ന ദൈവം. எத்தனை பேர் இந்த நேரத்தில் எங்களோடு கூட சேர்ந்து ஜெபிக்க வாஞ்சிக்கிறீங்க? ഞങ്ങളോട് കൂടെ ചേർന്ന് എത്ര പേർ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു? எங்களுடைய பரலோக தகப்பனே, இந்த நேரத்தில் அப்பா நாங்கள் கேட்ட ஆசீர்வாதமான வார்த்தைக்காக நன்றி கர்த்தாவே. அப்பா அம்மேன், மரணத்தினுடைய கூர் பாவமாய் இருந்த இடத்திலே, பாவத்தினுடைய பெல்ல நியாயப்பிரமாணமாய் இருந்த இடத்திலே இந்த நேரத்தில் எங்களுக்கு தந்த ஆசீர்வாதமான சத்தியத்திற்காக ஸ்தோத்திரம். எங்களை பாவத்தில் நின்று, மரணத்தில் நின்று, நியாயப்பிரமாணத்தில் நின்று கிறிஸ்துவானவர் முற்றிலும் விடுதலையாக்கியதற்காக ஸ்தோத்திரம். இந்த நேரத்தில் யாரெல்லாம் எங்களை கேட்டுக்கொண்டு இருக்கிறார்களோ, இவர்களுடைய வாழ்க்கையில என்னெல்லாம் பாவ கட்டுகள் இருந்தாலும், என்னெல்லாம் மரணத்தினுடைய சூழ்நிலை இருந்தாலும்,
எல்லாவற்றையும் ஜெயித்த கிறிஸ்துவானவர் இப்பொழுதே இவர்களுடைய வாழ்க்கையில இறங்கும்படியாக நாங்கள் ஜெபிக்கிறோம் கர்த்தாவே. கட்டுகள் உடையட்டும், எல்லா அசுத்தாவினுடைய கிரியைகள் அவிழட்டும் கர்த்தாவே. எல்லா இரத்த போக்குகள் இயேசு கிறிஸ்துவின் நாமத்தில் ஸ்டாப் ஆக கட்டளையிடுகிறோம் கர்த்தாவே. கர்த்தாவே, சில பாவத்தினுடைய விளைவுகள் முகாந்தரமாக இந்த குடும்பத்தில் வந்திருக்கிறதான சில நோய்கள் பரலோக அக்னியினால் இப்பொழுதே சுட்டெரிக்கப்படுவதாக என்று சொல்லி நாங்கள் ஜெபிக்கிறோம். இவர்களுடைய வாழ்க்கையிலே அக்னியினால் ஒரு சுத்திகரணம் நடக்கட்டும். கிறிஸ்து இவர்கள் மேலே വല്ലമയാക ഇറങ്ങി ചില വിടുതലകളെ ഉണ്ടാക്കുമ്പടിയാക ഞങ്ങൾ ജപിக்கிறோம். കർത്താവേ, ഞങ്ങൾ ഇവരെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. എല്ലാ കർത്താവെ, പാപത്തിൻ്റെ മരണത്തിൻ്റെ ബന്ധനങ്ങൾ ഇവർ മാറി ക്രിസ്തുവിൻ്റെ പരിപൂർണതയെ അനുഭവിക്കട്ടെ, ക്രിസ്തുവിൽ നിറഞ്ഞവരായി മാറട്ടെ. ഇപ്പോൾ ഞങ്ങൾ കർത്താവ് ഫിനാൻഷ്യൽ ക്രൈസിസ്, കടബാധ്യതകൾക്ക് വേണ്ടി, കടപ്രശ്നങ്ങൾക്കാകെ ജപിക്കുന്നു. കടബാധ്യതകൾ മാറിപ്പോകട്ടെ. യേശുവിൻ നാമത്തിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡെലിവറൻസ് നടക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വേളാങ്കണ്ണി എന്നുള്ള പേരുമായി ബന്ധപ്പെട്ട് ഒരു കുടുംബത്തെ കർത്താവ് ഇപ്പോൾ രക്ഷിക്കുന്നതിനായി, സ്വതന്ത്രമാക്കുന്നതിനായി നന്ദി. വിടുതലുകൾ നടക്കട്ടെ. നീ ഒത്തിരി ഭാരപ്പെട്ട് നിരാശപ്പെട്ട അനുഭവത്തിൽ കർത്താവ് നിന്റെ ജീവിതത്തിനകത്ത് വ്യത്യാസങ്ങൾ കൊണ്ടുവരിക. ദാസിന്റെ കുടുംബത്തെ കർത്താവ് തൊടുന്നതിനായി നന്ദി. മകൻ്റെ എല്ലാ അഡിക്ഷൻ സ്പിരിറ്റുകൾ മാറട്ടെ. ഡെലിവറൻസുകൾ നടക്കട്ടെ കർത്താവേ. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ റോഷൻ എന്നുള്ള ഒരു വ്യക്തി അങ്ങ് തൊടുന്നല്ലോ കർത്താവേ. മകൻ്റെ ലൈഫിൽ എല്ലാ തകർച്ചകളും മാറി ഉയർച്ചകൾ ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ രശ്മി എന്നുള്ള ഒരു പേര് കർത്താവേ, ആ വ്യക്തി അങ്ങ് തൊട്ട് ഒരു മാനസാന്തത്തെ കൊടുക്കുന്നതിനായി നിരാശകൾ, കണ്ണുനീരുകൾ മാറട്ടെ. അത്ഭുതങ്ങൾ നടക്കട്ടെ. ഹീലിംഗുകൾ നടക്കട്ടെ. ഞങ്ങളെ കാണുന്ന ഓരോരുത്തരും അങ്ങ് അനുഗ്രഹിക്കുന്നതിനായി, വിടുതലാക്കുന്നതിനായി സ്തോത്രം. ഇവർ ക്രിസ്തുവിനോട് ചേർന്ന് നടക്കട്ടെ കർത്താവേ. മഹത്വമെല്ലാം ഞങ്ങൾ അങ്ങേക്ക് തരുന്നപ്പ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതൽ മൂന്നാർ പോസ്റ്റ് ഓഫീസ് സമീപമുള്ള ഗിൽഗാൽ ഹാളിൽ ബ്രദർ ടോണി ഫ്രാൻസിസ്, സിസ്റ്റർ ജിനു ടോണി എന്നിവർ ശുശ്രൂഷിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 7:30 ഓൺലൈൻ വർഷിപ്പ് സൂം പ്ലാറ്റ്ഫോമിൽ നടത്തപ്പെടുന്നു. പങ്കെടുക്കുവാൻ സ്ക്രീനിൽ കാണുന്ന ഐഡിയും പാസ്വേഡും ഉപയോഗിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനാ ആവശ്യങ്ങൾക്കായി ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ 9447775093 അല്ലെങ്കിൽ 9495975093. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ വാട്സാപ്പിൽ ഞങ്ങൾക്ക് അയക്കേണ്ട നമ്പർ 9447775093. എല്ലാ വെള്ളിയാഴ്ചകളിലും ഇന്ത്യൻ സമയം ഈവനിംഗ് 6:30 മുതൽ സൂം പ്ലാറ്റ്ഫോമിൽ ഹീലിംഗ് ആൻഡ് ഡെലിവറൻസ് മീറ്റിംഗ് നടത്തപ്പെടുന്നു. പങ്കെടുക്കുവാനായി സ്ക്രീനിൽ കാണുന്ന ഐഡിയും പാസ്വേഡും ഉപയോഗിക്കുക. കർത്താവ് ചെയ്ത അത്ഭുത സാക്ഷ്യങ്ങളും അനുഗ്രഹീത വചന സന്ദേശങ്ങളും ലഭിക്കുവാൻ ക്രൈസ്റ്റ് ജനറേഷൻ മിനിസ്ട്രീസ് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. 24 മണിക്കൂർ ദൈവവചന സന്ദേശങ്ങളും ആരാധനാ സംപ്രേഷണം ചെയ്യുന്ന CGM റേഡിയോ പ്ലേ സ്റ്റോറിൽ നിന്നും സൗജന്യമായി ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യുക. ബ്രദർ ടോണി ഫ്രാൻസിസ്, സിസ്റ്റർ ജിനു ടോണിയുടെയും അപ്കമിംഗ് മീറ്റിംഗിനെ കുറിച്ച് അറിയുവാനും മീറ്റിംഗ് നടത്തുവാനും 9444242660 എന്ന നമ്പറിലോ 9447775093 എന്ന നമ്പറിലോ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക.